ഹായ് ഹലോ, എന്തൊക്കെയാണ് കൂട്ടുകാരെ വിശേഷം? അപ്പം എന്നാൽ ഒരു കേക്ക് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ കുഞ്ഞിന് കൊണ്ടുവന്ന് വെച്ചാൽ അമൃതം പൊടി ഉണ്ട്, 5-6 പാക്കറ്റ് ഉണ്ട്. അപ്പോൾ കുഞ്ഞാണെങ്കിൽ കഴിക്കാനായിട്ടില്ല. അപ്പോൾ അതിൽ നിന്നൊരു പാക്കറ്റും പിന്നെ നമ്മൾ ക്യാരറ്റ് ഉണ്ടായപ്പോൾ അത് വലിയൊരു ക്യാരറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് പെരുന്നാളിൻ്റെ അന്നാട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ രണ്ടാം പെരുന്നാളിൻ്റെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. അപ്പോൾ അവിടെ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് കുറച്ച് ആളും പരിപാടിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കൈ പിടിക്കും വേണം. പിന്നെ വാങ്ങണമെങ്കിലൊക്കെ ഒരുപാട് പൈസ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പഞ്ചസാര ക്യാരമൽ ചെയ്തങ്ങാണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തങ്ങാണ്ട് അത് അതിക്കിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിക്കിട്ട് കൊടുത്തങ്ങാണ്ട് നന്നായി ഒന്നുണ്ട് വെന്തതിന് ശേഷം ലേശം ഈത്തപ്പഴം ഉണ്ടേനി. അപ്പോൾ അതൊന്ന് ഷോക്ക് ചെയ്ത് വെച്ച് അപ്പോൾ അതും അതിക്കിട്ട് കൊടുത്ത് പിന്നെ കുറച്ച് കടല ഉണ്ട് ഞാൻ ഇട്ട് കൊടുത്ത് കടല പൊടിച്ചങ്ങാണ്ട് ആണ് ഇട്ട് കൊടുത്തത്. ഈ നിരക്കടല ഉണ്ടല്ലോ, പിന്നെ അണ്ടിപ്പരിപ്പൊന്നും വാങ്ങാനുള്ള ഇതില്ല, കൊണ്ടുവന്നൊക്കെ കഴിഞ്ഞും ചെയ്തിരിക്കണ്. അപ്പോൾ ഒരു 6 മുട്ടയും പിന്നെ ഇതിലിട്ട് 1/2 ഗ്ലാസ് പാലും ഇട്ട് നമ്മൾ ഒന്ന് അടിച്ചുകാണ്ട് ഇതിൽ കൊഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ കേക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളായിട്ട് നമ്മളെ വീട്ടിലൊന്നുമില്ല കേട്ടോ. പിന്നെ ഇടയ്ക്കൊക്കെ എപ്പോഴും ഉണ്ടാക്കും. അപ്പോൾ മിക്സിയിൽ അടിച്ചുകാണ്ട് ഒഴിച്ച് കൊടുക്കും. എന്നാലും കേക്ക് നന്നാവും. കുട്ടികളെ പുരിക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ പിന്നെ കണക്കൊന്നുമില്ലാതെ ഞാൻ പാക്കറ്റ് പൊട്ടിച്ചുകാണ്ട് അതിൻ്റെ ഇത് കുറുകോളം പൊടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അമൃതം പൊടിയാണ് കേക്ക് ഞാൻ ആദ്യം 1-2 ഉണ്ടാക്കിയിരിക്കണേ. അപ്പോൾ ഞങ്ങൾക്കൊക്കെ നല്ല ടേസ്റ്റ് കിട്ടലുണ്ട് കേട്ടോ. ആ ചൊയ ഇഷ്ടമുള്ളവർക്ക് നല്ല ടേസ്റ്റാണ്, ചിലർക്ക് അതിന് ചൊയ പറ്റില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ലേസം സൺഫ്ലവർ ഓയിലും ഒക്കെ ഒഴിച്ച് കൊടുത്ത് പിന്നെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഉള്ള ഉപ്പ് ഒക്കെ ഇട്ട് കൊടുത്ത്. അപ്പോൾ പിന്നെ മധുരം കുറച്ച് കുറവ്, മധുരം ക്യാരറ്റും മധുരമുണ്ട്, അമൃതം പൊടിയിലും കുറച്ച് മധുരം കൂടുതലുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഞാൻ പൊടിച്ച് കൂട്ടി കൊടുത്ത്. കേക്കല്ലേ, മധുരം ഇല്ലാഞ്ഞാൽ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ പെരുന്നാളായതുകൊണ്ട് ബട്ടർ പേപ്പറൊന്നും കിട്ടിയില്ല. അപ്പോൾ ഒരു A4 പേപ്പറൊക്കെ ഇട്ടുകാണ്ട് അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് അടുപ്പത്ത് വെച്ചാട്ട് ഉണ്ടാക്കേണ്ടത്. ഈ കാണുന്നത് പൂയിമണ്ണാണ് കേട്ടോ. ഈ എംസാൻ്റെ മണ്ണുണ്ടല്ലോ, അതാണ് കേട്ടോ, എംസാൻ്റെ പൊടി. അപ്പോൾ അത് അടുപ്പത്ത് ഒരു പഴയ ചെമ്പട്ടി ഉണ്ട്. അപ്പോൾ അതിൽ ഒരു തരിക വെച്ചുകാണ്ട് അതിൽ മണ്ണടിയിലിട്ടുകാണ്ട് നന്നായി ചൂടാക്കിക്കാണ്ട് അടുപ്പത്ത് വെച്ചാട്ട് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഒരു വലിയ കേക്കായതുകൊണ്ട് ഒരുപാട് നേരം ഗ്യാസ് കത്തേണ്ടി വരും. അപ്പോൾ ഞാനൊരു ഐഡിയ എടുത്തതാണ് കേട്ടത്. അപ്പോൾ ഒരു 3-4 ചിരട്ടി ഒരു കൊള്ളി വിറകൊക്കെ കത്തിച്ച് പിന്നെ ലേശം കണൽ മേലെയും കോരിയിട്ട് കൊടുത്ത്. അപ്പോൾ പിന്നെ നമ്മൾ ലേശം ഒന്ന് അതിന് മേലൊന്ന് ഡെക്കറേഷൻ ചെയ്തതാട്ടത്. നമ്മളെ ചാനലിൽ പേരാക്കിങ്ങാണ്ട് കേന്നുണ്ട് എഴുതി കൊടുത്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്നുള്ളൂ. അപ്പോൾ കേക്കൊക്കെ നല്ല വെന്തിക്കണം കേട്ടോ. ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ വരെ വെന്ത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല.